കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 100 ദിന 30 ദിന കർമ്മ പരിപാടിക്ക് തുടക്കമായി. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നതിനും വിവിധ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കർമ്മ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. 100 ദിവസത്തിനുള്ളിൽ തുടങ്ങിവെക്കാനോ പൂർത്തിയാക്കാനോ കഴിയുന്ന 30 പദ്ധതികളാണ് നിയോജകമണ്ഡലത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവിധ പ്രവൃത്തികൾ തുടങ്ങിയിട്ടുമുണ്ട്. കർമ്മ പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. ഈ ദുരന്തമുഖത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ആ പ്രിയപ്പെട്ടവർ അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഗവൺമെന്റിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇനിയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും അവിടെ തുടരുകയാണ്. തിരിച്ച് രാത്രിയിലും ഇന്ന് രാത്രിയിലും മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യങ്ങളാണ്. കോട്ടയം ജില്ലയിലെല്ലാം ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്തരം സാഹചര്യം നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ തട്ടേക്കാട് ഒഴിവാക്കി കോട്ടയത്തേക്ക് പോവുകയാണ് എന്ന് പറയുന്നത്. പക്ഷേ ശിവ പറയുന്നത് തട്ടേക്കാട് കൂടെ പോയിട്ട് പോവാം എന്ന് പറയുന്നതുകൊണ്ട് സമയം കളയാതെ വേഗം തന്നെ അങ്ങോട്ട് പോയി പെട്ടെന്നിരിക്കും. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര സമയം കാത്തിരിക്കുകയും സഹകരിക്കുകയും ചെയ്തതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എങ്കിലും വാക്ക് പാലിച്ചു ഇവിടെ വന്നു ഉദ്ഘാടനം ചെയ്തു. ഇത് ഐശ്വര്യപൂർണ്ണമായി വിജയകരമായി തീരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഷിബു തെക്കുമുറം MLA അധ്യക്ഷത വഹിച്ചു. ഭാനുമതി രാജു, ജെസ്സി സാജു, KP ബാബു, ഷമീർ പനക്കൽ, AT പൗലോസ്, PAM ബഷീർ, ജോമി തെക്കേക്കര, സൗമ്യ ശശി, PM സക്കറിയ, CK സത്യൻ, ടോമി ജോസഫ്, NC ചെറിയാൻ, മുഹമ്മദ് ഇക്ബാൽ, ബാബു പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.